എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബിക ആനന്ദൻ, തൃശ്ശൂർ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിഷയം ഭാഗ്യത്തെക്കുറിച്ചാണ്. ഒരു ചരട് കെട്ടിയതുകൊണ്ടോ പലതരം കല്ലുകൾ ധരിച്ചതുകൊണ്ടോ ഒരു മനുഷ്യജന്മത്തിലുള്ളവർക്ക് ഭാഗ്യം വരുമോ? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പാട് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ആ ബെല്ല് ബട്ടനും അതിൻ്റെ അടുത്ത് കാണുന്ന ചുവന്ന ബട്ടനൊക്കെ ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാമൻ സീതയെ തേടി നടന്നേ, താമരച്ചേലുള്ള ജാനകി വഴി പോകുന്നതാരാനും കണ്ടു. ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിഷയം എന്ന് പറയുന്നത് ഭാഗ്യമാണ്. ഭാഗ്യം എന്ന് പറയുന്നത് എന്താണ്? ഭാഗ്യം നമുക്ക് വരുത്താൻ കഴിയുമോ? പൂജയിലെ കൂടി മന്ത്രത്തിൽ കൂടിയൊക്കെ ഭാഗ്യം വരുത്താൻ കഴിയുമോ? അല്ലെങ്കിൽ ഒരു ചരട് കെട്ടിയതുകൊണ്ടോ കല്ലുകൾ ധരിച്ചതുകൊണ്ടോ വാച്ച് ധരിച്ചതുകൊണ്ടൊക്കെ നമുക്ക് ഭാഗ്യം വരുമോ? എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലുമില്ല. കാരണം നമ്മൾ ജനിക്കുമ്പോഴേ ഭാഗ്യം നമുക്കൊപ്പമുണ്ട്. അതെപ്പോൾ പ്രവർത്തിക്കുമെന്ന് നമുക്കറിയില്ല. ചിലർക്ക് കുഞ്ഞായിരിക്കുമ്പോൾ ഭാഗ്യം ഉണരും, ചിലവർക്ക് യൗവനത്തിൽ ഉണരും, ചിലവർക്ക് വയസ്സാവുമ്പോൾ ഉണരും. എപ്പോഴാണ് ഭാഗ്യം നമ്മളിൽ ഉണരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. കാരണം ഭാഗ്യം നമ്മൾ ജനിക്കുമ്പോഴേ നമുക്കൊപ്പമുണ്ട്. എന്നാലോ ചില വ്യക്തികളിൽ ഭാഗ്യം തുണക്കുകയേയില്ല. ജനിച്ച മുതൽ മരിക്കുന്നത് വരെ ഭാഗ്യമില്ലാത്തവരായി മരിക്കേണ്ടതായിട്ടും വരും. എല്ലാം കർമ്മഫലങ്ങളാണ്. അപ്പോൾ ഭാഗ്യം അങ്ങനെ കല്ലുകൾ ധരിച്ചിട്ടും ചരട് കെട്ടിയിട്ടും ഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അത് ചെയ്താൽ പോരെ ഭാഗ്യം ലഭിക്കുവാൻ? ചിന്തിക്കുക. എന്നാൽ ഈ കല്ലുകളും ചരടുകളും ധരിച്ചുകൊണ്ട് ചിലവർക്ക് ഭാഗ്യം ലഭിക്കുന്നു, ചിലവർക്ക് ഭാഗ്യം ലഭിക്കുന്നില്ല. എന്താണ് ഇതിൻ്റെ കാരണം? ഭാഗ്യമുള്ളവൻ ചരട് ധരിച്ചാലും കല്ലുകൾ ധരിച്ചാലും ഇല്ലെങ്കിലും അവന് ഭാഗ്യം തുണയ്ക്കും. എന്നാൽ ഭാഗ്യമില്ലാത്തവൻ ചരട് കെട്ടിയാലും കല്ല് ധരിച്ചാലും അവന് ഭാഗ്യം തുണയ്ക്കുകയില്ല. ഇതാണ് ഇതിലെ വ്യത്യാസം. ഭാഗ്യമുള്ളവൻ ഈ കല്ലോ ചരടോ ഒക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഭാഗ്യം അവനിലുണ്ട്. അതുകൊണ്ട് അവന് ഭാഗ്യം തുണച്ച് അവന് പല മുൻകയറ്റങ്ങളും സ്വാഭാവികത്തോടുകൂടി ജീവിക്കാനുള്ള വഴികളൊക്കെ ആവും. അത് ചരടുകൊണ്ട് കല്ലുകൊണ്ടല്ല. അതുപോലെ തന്നെയാണ് ഭാഗ്യമില്ലാത്തവ ഇതൊക്കെ ധരിച്ചിട്ടും കാര്യമൊന്നുമില്ല. അവന് ഭാഗ്യമില്ല, അവ അങ്ങനെ തന്നെ ജീവിക്കണം. ഇപ്പോൾ ലോട്ടറി ഭാഗ്യമുള്ളവർക്ക് കിട്ടും. എത്ര കോടി ജനങ്ങളാണ് നമ്മുടെ ഇവിടെ ഉള്ളത് ഭൂമിയിൽ. ഭാഗ്യമുള്ളവരാരാ? അപൂർവം വിരലമെണ്ണാവുന്നവരേ ഉള്ളൂ ഭാഗ്യമുള്ളവർ. അപ്പോൾ ലോട്ടറി ഭാഗ്യദേവത കടാക്ഷിക്കുന്നു എന്നൊക്കെ പറയും. ഈ ലോട്ടറി എടുത്തവർക്ക് എത്ര ആൾക്ക് കിട്ടിയിട്ടുണ്ട്? എത്ര ആളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്? ഇതിൽ എത്ര ആൾ അടിമപ്പെട്ടിട്ടുണ്ട്? എത്ര ആൾക്ക് ലോട്ടറി അടിച്ചിട്ട് ആ പണം കൊണ്ട് ഉപകാരമില്ലാതെയായി പോയിട്ടുണ്ട്? കാരണം അവരുടെ ഭാഗ്യം കുറച്ച് നേരത്തേക്കുള്ളൂ. ആ തുണച്ച നേരം അവർക്ക് ലോട്ടറി കിട്ടി. അത് കഴിഞ്ഞപ്പോൾ അവരുടെ ഭാഗ്യം നഷ്ടപ്പെട്ടു. അവർക്ക് കിട്ടിയതെല്ലാം നശിച്ചു പോയി. ചിലവർക്ക് ലോട്ടറി എടുക്കുന്ന ആ സമയത്ത് ഭാഗ്യം ലഭിക്കുന്നു. അവർക്ക് 1ാം പ്രൈസ് അടിച്ചു. പക്ഷെ അവരെ ലോട്ടറി മോഷണപ്പെട്ടു പോയി, അല്ലെങ്കിൽ ആരെങ്കിലും അപഹരിച്ചു, അല്ലെങ്കിൽ ലോട്ടറി കാണാതെ പോയി. അവർ ഭാഗ്യം ഇത്തിരി നേരത്തിനേ ഉള്ളൂ.
ചിന്തിക്കണം കേട്ടോ നിങ്ങളൊക്കെ ഇതൊക്കെ ഞാൻ പറയണത്. ഇത് ഭ്രാന്തൊന്നല്ല, നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുക. അല്ലാണ്ട് ഓടി വന്ന് കമൻ്റ് ഇട്ടരുത്, ചിന്തിക്കുക. ഞാൻ പറയണത് സത്യമാണോ ചിന്തിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയുക കേട്ടോ. ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയം എടുത്തു നോക്കൂ, എത്രയോ നല്ല MLA കളുണ്ട്, നല്ല ബുദ്ധിയും വിവേകവും അറിവും ഒക്കെയുള്ള ആൾക്കാരുണ്ട്. എന്നാൽ എല്ലാവർക്കും മന്ത്രിയാവാൻ കഴിയുമോ? ഇല്ല. അതിനെന്ത് വേണം? ഭാഗ്യം വേണം. ഭാഗ്യമുള്ള ആൾ നിന്ന് കൊടുത്താൽ മതി, അവ എത്തേണ്ടടുത്തെത്തും. സിനിമ എടുത്തു നോക്കൂ, സിനിമയിൽ എത്ര ആൾക്ക് ഭാഗ്യമുണ്ട്? ഭാഗ്യമുള്ളവർ ഇന്നും അന്നും നല്ല കൊടുമുടിയിൽ നിൽക്കുന്നു. എന്നാൽ ഭാഗ്യമില്ലാത്തവർ, അല്പഭാഗ്യമുള്ളവർ ചില സിനിമകളിൽ മോഹം കാണിക്കുന്നു, പിന്നീട് അവർ അവിടെ മാഞ്ഞു പോകുന്നു. അവർക്ക് കഴിവില്ലേ? അവർക്ക് അഭിനയിക്കാൻ നല്ല കഴിവുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, പക്ഷേ അവർക്കതിൽ മുന്നോട്ട് പോകാൻ ഭാഗ്യം തുണയ്ക്കുന്നില്ല. ചിലർക്ക് ഭാഗ്യമുള്ളപ്പോൾ നന്നായിട്ട് സിനിമയിൽ ജ്വലിച്ച് നിൽക്കും. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ സീരിയലുകളിൽ വരുന്നു. സീരിയൽ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, സിനിമയിൽ ജ്വലിച്ച് നിന്നവർ അവസാനം സീരിയലിലേക്ക് വരുന്നു. കാരണം അവരുടെ ഭാഗ്യം കുറഞ്ഞു. എങ്കിലും അവർക്ക് പണത്തിന് ആവശ്യമുള്ളതുകൊണ്ട് അവർ സീരിയലുകളിൽ അഭിനയിക്കുന്നു. അപ്പോൾ ഭാഗ്യം എന്ന് പറയുന്നത് എപ്പോഴും വരാം, അല്ലെങ്കിൽ ഇല്ലാതെ പോകാം. അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യത്തിന് വേണ്ടി ഓടി നടക്കണ്ട. കാരണം നിങ്ങൾ ജനിച്ചപ്പോഴേ ഭാഗ്യം നിങ്ങൾക്കൊപ്പമുണ്ട്. അത് ചരട് കെട്ടിയതുകൊണ്ടോ കല്ലുകൾ ധരിച്ചതുകൊണ്ടോ ലഭിക്കുന്ന ഒന്നല്ല. ഭാഗ്യം നിങ്ങൾക്കൊപ്പമാണ്. അത് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ആ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഭാഗ്യമില്ലാത്തവനായി ജീവിക്കുക. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും.